ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. MES കേരളയുടെ ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 13-14 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യത്യസ്തങ്ങളായ പല പരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ അടുത്തിടെ ഇവിടെ നമ്മളെ സെമിനാറുകളും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പല സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ തിരൂർ യൂണിറ്റും MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും അതുപോലെ സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിറ്റക്ഷൻ ക്യാമ്പ്, ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പ് നമ്മൾ ഈ ഓഗസ്റ്റ് 13-14 തീയതികളിൽ, ഈ വരുന്ന ബുധൻ വ്യാഴം തീയതികളിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കാലത്ത് 8:30 മുതൽ 2:30 വരെ 2 ദിവസം നടക്കുകയാണ്. അതിൽ നമ്മൾ MES മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, അത് പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന, അതുകൂടാതെ BMI ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗനിർണയ ക്യാമ്പാണ് അവിടെ നടക്കുന്നത്. MES കേരളയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി തിരൂർ യൂണിറ്റും MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജീവിതശൈലി രോഗബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഓഗസ്റ്റ് 13-14 തീയതികളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ നടക്കും. പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ് BMI കൂടാതെ ജീവിതശൈലി രോഗബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. യാത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. MES തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര, സെക്രട്ടറി KK റസാഖ് ഹാജി, മമ്മി ചെറുതോട്ടത്തിൽ, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മങ്ങാട്ടയിൽ മൊയ്തു ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.